ലോകത്തിന്റെ മുഴുവൻ പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ ലോകത്തിലെ മുഴുവൻ ജീവജാലങ്ങൾക്കും ഉള്ള പ്രശ്നങ്ങൾക്ക് ക്ഷയവും ക്ഷതവും ഇല്ലാതാക്കാനുള്ള കേന്ദ്രമെന്ന നിലയിൽ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുകയും അവ സംരക്ഷിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നത് തന്നെ ഹൈന്ദവ ധർമ്മം എന്തിനുള്ളതാണ് എന്നതിൻ്റെ സൂചനയാണ്. ദൈവത്തിനൊരിക്കലും ക്ഷയവും ക്ഷതവും വരില്ല. ക്ഷയവും ക്ഷതവും നീക്കാനുള്ള കേന്ദ്രമാണ് ക്ഷേത്രങ്ങൾ. ലോകത്തൊരിടത്തും ക്ഷേത്രം ഇല്ലെങ്കിലും ദൈവത്തിനൊരു കുഴപ്പവും സംഭവിക്കില്ല. ദൈവത്തിന്റെ ശക്തിക്ക് കുറവ് വരില്ല, ദൈവം തളരില്ല, തകരില്ല. അപ്പൊ തീർച്ചയായും സർവ്വ ജീവജാലങ്ങളുടെയും ഉണർവിനും ഉയർച്ചയ്ക്കും വേണ്ടിയാണ് ആ ക്ഷേത്രങ്ങൾ. അത് അക്ഷരാർത്ഥത്തിൽ തെളിയിച്ചു തരുന്നതായിരുന്നു പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് കണ്ടെത്തിയെന്നല്ല, നമുക്ക് അറിയാമായിരുന്നത് ഏകദേശം എത്രമാത്രം എന്ന് മാത്രമേ അറിയാൻ ബാക്കിയുണ്ടായിരുന്നു. ആ പത്മനാഭസ്വാമിയുടെ തിരുനടയിൽ നിന്ന് കണ്ടെത്തിയ സമ്പത്തുകളൊക്കെ കാണിക്കുന്നത് തീർച്ചയായും ക്ഷയവും ക്ഷതവും ഒരിക്കലും സമാജത്തിന് വരരുത് എന്ന കാഴ്ചപ്പാടോട് കൂടിയാണ് ക്ഷേത്രങ്ങൾ പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളത്. ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ തിരുവാഭരണങ്ങളുടെ കണക്കെടുപ്പ് പലരുടെയും ഉള്ളിലുള്ള ആഗ്രഹം എന്താണ് എന്നുള്ളത് നമ്മെ തിരിച്ചറിയിക്കാൻ കൂടിയുള്ള ഒരു അവസരമാണ്. പത്മനാഭസ്വാമിയുടെ തിരുനടയിലെ അറകൾ തുറന്നത് അവിടെ എന്ത് സമ്പത്തുണ്ട് എന്ന് കാണുന്നതിലുപരി കേരളത്തിലെ പലരുടെയും മനസ്സെന്ത് എന്ന് കാണുവാൻ കൂടി നമ്മെ ഒരു ചെറിയ അതിലേക്ക് ഒരു ടോർച്ചടിച്ച് നോക്കാൻ നമുക്ക് സഹായകമാണ്. ഹൈന്ദവ ധർമ്മത്തിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് നമുക്ക് വർഗീയമായി ചിന്തിക്കാൻ കഴിയില്ല. കാരണം സമസ്ത ലോകങ്ങളെയും ഒന്നായി കാണണമെന്നാണ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. ഒന്നായി കാണണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. പക്ഷെ അവിടെയാണ് നാട്ടിലൊരു കണക്കുണ്ട്, എവിടെ ചെന്നാലും ഇവിടുത്തെ കണക്കല്ല, നമ്മുടെ ഇന്ത്യക്കകത്ത് എവിടെ ചെന്നാലും ഉറുപ്പികയ്ക്ക് 100 പൈസയാണ്. എവിടെ ചെന്നാലും ഒരു ഉറുപ്പിക മാറ്റിയാൽ 100 പൈസയാണ്. അപ്പോൾ അത്തരത്തിലൊരു പെരുമാറ്റമാണ് എല്ലായിടത്തു നിന്നും കിട്ടുന്നതെങ്കിൽ നമുക്കൊരിക്കലും നമ്മുടേതായ കാര്യങ്ങൾ ചിന്തിക്കേണ്ടിയിരുന്നില്ല. പക്ഷെ ചില സ്ഥലത്ത് ഉറുപ്പികയ്ക്ക് 95 പൈസയും ചില സ്ഥലത്ത് 105 പൈസയും എന്നുള്ള ചില പെരുമാറ്റങ്ങളാണ് നമ്മയും ചിലതൊക്കെ പറയാൻ പ്രേരിപ്പിക്കുന്നത്. പത്മനാഭസ്വാമിയുടെ അനന്തമായ സമ്പത്ത് പുറത്തു കണ്ടപ്പോൾ കേരളത്തിലെ പല ബുദ്ധിജീവികളും പല സ്ഥാനങ്ങളിലും ഇരുന്ന് വിരാജിച്ചിരുന്ന് തങ്ങൾ അതിൻ്റെ പദവിയുടെ ഉടമസ്ഥരാണ് എന്ന് ഇന്നും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന പലരുമൊക്കെ ഉടനെ തന്നെ അഭിപ്രായവുമായി ചാടിയെത്തി. 2 ഉദാഹരണങ്ങൾ പറയാം. ഒന്ന്, പ്രഗത്ഭ പ്രഭാഷകനും ബുദ്ധിജീവിയുമായ സുകുമാര അഴീക്കോട്. മറ്റൊന്ന്, കേരളത്തിലെ പ്രഥമ നിയമമന്ത്രിയായിരുന്ന ജസ്റ്റിസ് കൃഷ്ണയ്യർ. ഇവരെ പോലുള്ളവരൊക്കെ ഈ നിധി കുംഭങ്ങൾ നിധി എന്ന് പറഞ്ഞുകൂടെ, അതിന് ഭഗവാന്റെ സമ്പത്ത് വെളിയിലെടുക്കുന്നതിന് മുഴുവനാകുന്നതിന് മുൻപ് ഇത് എന്ത് ചെയ്യണമെന്ന അഭിപ്രായം അവരോട് ആരെങ്കിലും ചോദിച്ചോ നമുക്കറിയില്ല. അവരുടെ അഭിപ്രായത്തിന് വിലയുണ്ടോ അതും നമുക്കറിയില്ല. പക്ഷെ എന്തായാലും അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. അത് പൊതു മുതലാക്കണം എന്നുള്ളത്, ആ സമ്പത്ത് അത്രയും പൊതു മുതലാക്കണം എന്നുള്ളതായിരുന്നു അഭിപ്രായം. ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പൊതു മുതലാക്കണം. വളരെ നല്ലൊരു അഭിപ്രായം. കാരണം ജനങ്ങൾക്ക് പട്ടിണി ഉണ്ടാകുമ്പോൾ ഭഗവാന് സമ്പത്ത് അല്ലെങ്കിൽ ഈശ്വരന് സമ്പത്ത് എന്നതിൽ അർത്ഥമില്ല എന്ന് നമുക്കൊക്കെ മനസ്സിലാക്കാം. പക്ഷേ സുകുമാര അഴീക്കോടിനെ പോലെ, ജസ്റ്റിസ് കൃഷ്ണയ്യരെ പോലെ, അല്ലെങ്കിൽ അതേ നിലയിൽ ചിന്തിക്കുന്നവരെയൊക്കെ തന്നെ മനസ്സിലേക്ക് ഈ പട്ടിണി ഇന്നോ ഇന്നലെയോ ആണോ കടന്നു വന്നത് എന്നാണ് നമ്മുടെ മനസ്സിൽ ഒന്നാമത്തെ ചോദ്യം. കേരളത്തിലെ സാമ്പത്തികമായ പിന്നോക്കാവസ്ഥയെ പറ്റിയിട്ട്, കേരളത്തിൽ എന്തൊക്കെ പൊതുമുതലാക്കണം എന്നതിനെ പറ്റിയിട്ട് ഇന്നോ ഇന്നലെയോ മാത്രമാണോ ഇവർ ചിന്തിക്കാൻ തുടങ്ങിയത് എന്ന് അവിടെയാണ് ഉറുപ്പികയ്ക്ക് 95 പൈസ ചിലരോടുള്ള പെരുമാറ്റത്തിലുണ്ടോ. കേരളത്തിലെ കത്തോലിക്ക സഭയ്ക്ക് കേരള ഗവൺമെന്റിനേക്കാൾ ആസ്തിയുണ്ട്. കണക്കെടുത്ത് നോക്കിയാൽ കേരള ഗവൺമെന്റിനേക്കാൾ ആസ്തിയുണ്ട് ഭൂസ്വത്തായിട്ടും ആശുപത്രികളായിട്ടും വിദ്യാലയങ്ങളായിട്ടും സമ്പത്തായിട്ടും കേരളത്തിലെ കത്തോലിക്ക സഭയ്ക്ക്. എന്നെങ്കിലും ഈ പത്മനാഭസ്വാമിയുടെ പൊതുമുതലാക്കണമെന്ന് ആവശ്യപ്പെട്ട ഇവരാരെങ്കിലും, എൻ്റെ അറിവ് വെച്ച്, എനിക്ക് ബോധം വെച്ച്, ഞാൻ കേരളത്തിലെ അത്യാവശ്യം അക്ഷരം കൂട്ടി വായിക്കാൻ തുടങ്ങി 40 വർഷമായി അക്ഷരം കൂട്ടി വായിക്കാൻ തുടങ്ങിയിട്ട്. ഇത്രയും വർഷത്തിനിടയ്ക്ക് ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഇവരാരും കത്തോലിക്ക സഭയുടെ സമ്പത്ത് പൊതുമുതലാക്കി മാറ്റണം എന്നൊരു അഭിപ്രായം എവിടെയും വന്നതായി, ഒരാളുടെയും വായിൽ നിന്ന് വന്നതായി നമ്മൾ കേട്ടില്ല. പകരം അതിനൊക്കെ ന്യൂനപക്ഷ അവകാശങ്ങൾ കൊടുത്ത് സംരക്ഷിക്കാനുള്ള നിയമസഹായങ്ങളാണ് എല്ലാവരും ചെയ്തു കൊണ്ടുവരുന്നത്. പ്രഥമ നിയമമന്ത്രി എന്ന നിലയിൽ ജസ്റ്റിസ് കൃഷ്ണയ്യർ കേരളത്തിന്റെ പ്രഥമ നിയമമന്ത്രിയായിരുന്നു. പ്രഥമ നിയമമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് അറിയാമായിരുന്നു തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും അല്ലെങ്കിൽ ദേവസ്വം ബോർഡുകൾ രൂപീകരിക്കപ്പെട്ട സാഹചര്യവും മലബാർ ദേവസ്വം ബോർഡിന്റെ പ്രാഗ് രൂപമായിരുന്ന HRMCയുടെ ഒക്കെ ഘടന വ്യക്തമായി ഇതിന് നിയമപരമായും ഘടനാപരമായും ജസ്റ്റിസ് കൃഷ്ണയ്യർക്ക് അറിയേണ്ടതാണ്. അദ്ദേഹം കേരളത്തിലെ പ്രഥമ നിയമമന്ത്രിയായിരുന്നു. അന്ന് അദ്ദേഹം ഒരിക്കൽ പോലും നിയമസഭയിൽ ആവശ്യപ്പെട്ടില്ല ക്ഷേത്രങ്ങളിൽ നിന്ന് വരുന്ന വരുമാനത്തിന്റെ ഒരു നിശ്ചിത ശതമാനമെങ്കിലും ഹിന്ദു സമൂഹത്തിലെ പാവപ്പെട്ടവരുടെ പട്ടിണി മാറ്റാൻ ഉപയോഗിക്കണം എന്ന് അന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടില്ല. അപ്പൊ ക്ഷേത്രങ്ങളിൽ വരുന്ന വരുമാനം സർക്കാരിന് പല വിധത്തിൽ കൈകാര്യം ചെയ്യാമെന്നിരിക്കെ പുതുതായി കിട്ടുന്നത് കൂടി പൊതുമുതലാക്കണം എന്ന് പറയുന്നത് ജനങ്ങളോടുള്ള താല്പര്യം കൊണ്ടാണ്. ജനങ്ങളോടുള്ള താല്പര്യം
താല്പര്യമുണ്ടായിരുന്നെങ്കിൽ അന്ന് അദ്ദേഹത്തിന് അത് സാധിക്കുമായിരുന്നു. പ്രഥമ നിയമമന്ത്രി എന്നതിൽ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു ഒരു നിശ്ചിത ശതമാനമെങ്കിലും പാവപ്പെട്ടവന്റെ, ഹൈന്ദവ സമാജത്തിലെ പാവപ്പെട്ടവന്റെ ഉന്നമനത്തിന് വേണ്ടി വിനിയോഗിക്കണം. അത് ആവശ്യപ്പെട്ടില്ല. അതുപോലെ തന്നെ കേരളത്തിലെ ഇസ്ലാമിക സംഘടനകൾക്ക് കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുണ്ട്. കോടിക്കണക്കിന്. കാരണം നഗരത്തിലെ കണ്ണായ സ്ഥലങ്ങളൊക്കെ തന്നെ ഇന്ന് അവർ, നഗരത്തിലെ മാത്രമല്ല എല്ലാ ഗ്രാമാന്തരങ്ങളിൽ ഇന്ന് ഭൂമി വാങ്ങിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ ആയിരക്കണക്കിന് കോടി രൂപയുടെ സമ്പത്ത് ഇസ്ലാമിക സംഘടനകൾക്ക് ഉണ്ടായിരിക്കുമ്പോൾ ജസ്റ്റിസ് കൃഷ്ണയ്യരോ സുകുമാർ അഴീക്കോടിനെ പോലുള്ളവർ അതിൻ്റെ ഒരു ഭാഗം പോലും പൊതുമുതലാക്കി മാറ്റണം എന്നുള്ളത് ഇന്ന് വരെ എവിടെയും ആവശ്യപ്പെട്ടിട്ടില്ല. ഹിന്ദു ക്ഷേത്രത്തിൻ്റെ മുതൽ കണ്ടപ്പോൾ ഉടനെ അത് പൊതുമുതലാക്കണം എന്ന് പറയുന്നത് ക്ഷീരമുള്ളൊരകീടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറയുന്നതിന് തുല്യമായി മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് കിട്ടിയത് നിധിയല്ല, രാജകുടുംബത്തിന്റെ സ്വത്തല്ല, അത് ഭഗവാന്റെ സ്വത്താണ്. ഭഗവാന് സമർപ്പിക്കുന്നത് വരെ മാത്രമേ ഭക്തന് പോലും അതിൽ അവകാശമുള്ളൂ. സമർപ്പിച്ച് കഴിഞ്ഞാൽ നിയമാനുസരണം അത് ഭഗവാന്റേതാണ്. ഭഗവാൻ നിയമത്തിന് മുന്നിൽ മൈനർ, മൂർത്തി മൈനറാണ്. അത് രാമജന്മഭൂമി വിധിയിലൊക്കെ അത് കണ്ടു. ക്ഷേത്രമൂർത്തി മൈനറാണ്. ആ സമ്പത്ത് സംരക്ഷിക്കാൻ മാത്രമേ ബാക്കി എല്ലാവർക്കും അവകാശമുള്ളൂ. അതെടുത്ത് ചെലവഴിക്കാനോ മറ്റെന്തെങ്കിലും ചെയ്യാനോ ഒരാൾക്കും അവകാശമില്ല എന്നുള്ളത് അതിൻ്റെ നിയമപരമായ വശം.